മെയ് 27 ആദ്യ പ്രധാനമന്ത്രിയുടെ 60ാം ചരമവാർഷികം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മയ്ക്ക് ഇന്ന് 60 ആണ്ട്. അരനൂറ്റാണ്ടിനു മുൻപ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെയും അനുയായികളുടെയും ഉറക്കം കെടുത്തുകയാണ്. അതുകൊണ്ടാണ് മരിച്ച് 60 വർഷം കഴിയുമ്പോഴും നെഹ്റുവിനെതിരെ ആരോപണങ്ങളും അസത്യങ്ങളും നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദിയുടെ അനുയായികളും പ്രചരിപ്പിക്കുന്നത്. 7 ഘട്ടങ്ങളിലായി രാജ്യത്ത് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിലാണ് നെഹ്റുവിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം. തിരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമല്ല, പാർലമെന്റിലും വിദേശ രാജ്യങ്ങളിലെ സന്ദർശനങ്ങളിലും എല്ലാം നരേന്ദ്രമോദി നെഹ്റുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. 3 തവണ തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ തുടർച്ചയായ 3ാം വിജയമാണ് മോദിയും ആഗ്രഹിക്കുന്നത്. നെഹ്റുവിനു മുകളിൽ തന്റെ പേര് എഴുതി ചേർക്കാനായി നരേന്ദ്രമോദി നിരന്തരം ശ്രമിക്കാറുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മോദിക്ക് നെഹ്റുവിനോടുള്ള വിരോധം. 2015 1ാം മോദി സർക്കാർ അധികാരത്തിലെത്തി 1 വർഷം പിന്നിടുമ്പോഴായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മദിനം രാജ്യത്ത് ആഘോഷിച്ചത്. സ്വാഭാവികമായും നെഹ്റുവിന്റെ ഭരണമികവും ഇന്ത്യയിലുണ്ടാക്കിയ മാറ്റങ്ങളും നിലവിലെ ഭരണകൂടവുമായുള്ള താരതമ്യവും ഇവിടെ സംഭവിച്ചു. ഇതിനിടെ RSS പരസ്യമായി ജവഹർലാൽ നെഹ്റുവിനെതിരെ രംഗത്ത് വന്നു. രാജ്യത്തിന്റെ ഐക്യം തന്നെ ഇല്ലാതാക്കിയത് നെഹ്റുവാണെന്നും ഭഗത് സിംഗും RSS സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗേവാറുമാണ് ഇന്ത്യയുടെ യഥാർത്ഥ വീരനായകന്മാർ എന്നുമായിരുന്നു RSSന്റെ മുതിർന്ന നേതാവായ ഇന്ദ്രേഷ് കുമാർ 2015 പ്രസ്താവിച്ചത്. ഇന്ത്യയുടെ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കുക എന്നതായിരുന്നു നെഹ്റുവിന്റെ ശ്രമം. നെഹ്റുവിനെ സംബന്ധിച്ച് ഇന്ത്യ എന്നത് ചെറിയൊരു ദേശം മാത്രമായിരുന്നു. ബാക്കി മുഴുവൻ ഭാഗവും പാകിസ്ഥാന് വിട്ടു നൽകുകയാണ് അദ്ദേഹം ചെയ്തത് എന്നെല്ലാമായിരുന്നു ആരോപണം. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നെഹ്റുവിനെതിരായ വ്യാജ പ്രചരണങ്ങളും ആരോപണങ്ങളും കൂണുപോലെ മുളച്ചുപൊന്തി. എന്നാൽ നരേന്ദ്രമോദിയുടെ നെഹ്റു വിരോധം അതിനു മുൻപേ തന്നെ ആരംഭിച്ചിരുന്നു. 2013 ഒക്ടോബറിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വേദിയിലിരുത്തിക്കൊണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നെഹ്റു വിരോധം തുറന്നു പറഞ്ഞു. എല്ലാ ഇന്ത്യക്കാരനും പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ മുഖവും വിധിയും മറ്റൊന്നാകുമായിരുന്നു എന്നായിരുന്നു മോദിയുടെ പ്രസംഗം. ഇതിനു പുറമെ അധികാരത്തിലേറിയതിനു പിന്നാലെ നെഹ്റുവിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്ന രാജ്യത്തിനെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കാൻ സഹായിച്ച ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. നീതി ആയോഗ് എന്ന പേരിൽ അത് പുനഃസംഘടിപ്പിക്കുകയും മോദിയുടെ സ്വപ്ന പദ്ധതിയാക്കുകയും ചെയ്തു. എന്നാൽ 2015 നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികത്തിൽ നെഹ്റുവിനെ പിന്തുണച്ചും മോദി രംഗത്തെത്തി. നവംബർ 14 പണ്ഡിറ്റ് നെഹ്റുവിന്റെ 125ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ സ്കൂളുകളും കുട്ടികൾക്ക് ശുചിത്വത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകണം എന്നായിരുന്നു മോദിയുടെ ആഹ്വാനം. എന്നാൽ തുടർന്ന് അങ്ങോട്ട് നെഹ്റു വിഭാവനം ചെയ്ത പദ്ധതികൾ ഇല്ലാതാക്കിയും മാറ്റങ്ങൾ വരുത്തിയും പുതിയ പേരിൽ അവതരിപ്പിച്ചും നെഹ്റുവിനെയും നെഹ്റു കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ മുന്നോട്ടുള്ള പോക്ക്. നെഹ്റു ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെയുള്ളവ പേരുമാറ്റി മോദി സർക്കാർ അവതരിപ്പിച്ചു. 1958 തന്നെ വിരമിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ അന്ന് തടഞ്ഞത് കോൺഗ്രസ് നേതൃത്വം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വമില്ലാതെ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു. 1958 നിന്ന് 2024 എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരമിക്കലിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. 2ാം നെഹ്റു എന്നതിനേക്കാൾ ഉപരിയായി 1ാമൻ മോദി എന്ന പേര് ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രിയുടെ തീവ്ര ശ്രമം. ഇതിനായി ആസൂത്രണ കമ്മീഷനും ദുരിതാശ്വാസ നിധിയും മാത്രമല്ല മോദി സർക്കാർ പേരും രൂപവും മാറ്റി അവതരിപ്പിച്ചത്. 1947 നെഹ്റു അധികാരത്തിൽ എത്തുമ്പോൾ ബ്രിട്ടീഷുകാർ ചവിട്ടിമെതിച്ചിട്ടിരുന്ന അവസ്ഥയായിരുന്നു നമ്മുടെ ഇന്ത്യക്ക്. അന്ന് സർക്കാർ രൂപീകരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ഒരു ഭാഗത്ത് സാമ്പത്തിക ഞെരുക്കങ്ങളും മറുഭാഗത്ത് വർഗീയ ലഹളകളും നെഹ്റുവിന് നേരിടേണ്ടി വന്നു. മതേതരത്വം മുൻനിർത്തി വർഗീയതയെ നേരിട്ട നെഹ്റു ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്കായിട്ടാണ് ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും ആരംഭിച്ചത്. 50കളുടെ ആദ്യ പകുതിയോടെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ത്വരിതപ്പെട്ടു.
1964 നെഹ്റു അന്തരിക്കുന്നതുവരെ ഇത് സ്ഥിരത പുലർത്തുകയും ചെയ്തു. നെഹ്റുവിന്റെ കാലശേഷം ഏകദേശം 1.5 പതിറ്റാണ്ട് കാലം വളർച്ചാ നിരക്ക് മുരടിച്ചെങ്കിലും പരിശീർഷ വരുമാനം ഉയരുക തന്നെയായിരുന്നു. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഒരേപോലെ നിക്ഷേപം കൊണ്ടുവരാൻ നെഹ്റുവിന് സാധിച്ചു. എന്നാൽ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ 2016 മുതൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നോട്ട് നിരോധനവും കോവിഡുമെല്ലാം ഇതിന് കാരണമായി പറയുന്നുണ്ട്. കോവിഡിന് ശേഷം വളർച്ചാ നിരക്കിൽ മാറ്റം ഉണ്ടായെങ്കിലും അതിനു മുൻപുള്ളവയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ മാത്രമായിരുന്നു ഇതിന് കാരണം. എന്നാൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ജവഹർലാൽ നെഹ്റുവിന്റെ നിലപാടുകൾ ആയിരുന്നു എന്നാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആരോപണം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിരവധി ആരോപണങ്ങളാണ് മോദി നെഹ്റുവിനെതിരെ നടത്തിയത്. നെഹ്റു ഭഗത് സിംഗിനെ ജയിലിൽ സന്ദർശിച്ചില്ല, ജനറൽ തിയയെ പ്രധാനമന്ത്രി നെഹ്റു അപമാനിച്ചു, 1954 നെഹ്റു കുംഭമേളയ്ക്ക് വന്നതിനെ തുടർന്നുണ്ടായ ദുരന്തത്തെ മാധ്യമങ്ങൾ കണ്ടില്ല, സർദാർ പട്ടേലിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ നെഹ്റു പങ്കെടുത്തില്ല, നെഹ്റു കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു തുടർച്ചയായി മോദി നടത്തിയത്. ഇതേസമയം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് സംഘപരിവാർ നേതാക്കൾ എന്നിവരും നെഹ്റുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കാശ്മീർ പ്രശ്നം മോശമാവാൻ കാരണം നെഹ്റു കൊണ്ടുവന്ന ആർട്ടിക്കിൾ 370 ആണെന്നായിരുന്നു അമിത്ഷാ ആരോപിച്ചത്. എന്നാൽ വിഭജന സമയത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാതിരുന്ന കാശ്മീർ ചില സംഭവങ്ങളെ തുടർന്ന് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായത് ഭരണഘടനയുടെ 370 വകുപ്പിനെ തുടർന്നായിരുന്നു എന്നതായിരുന്നു വസ്തുത. 2019 നിന്ന് 2024 എത്തുമ്പോൾ നെഹ്റു തന്നെയാണ് മോദിയുടെ പ്രശ്നം. ഇന്ത്യക്കാർ മടിയന്മാരും ബുദ്ധിശക്തി കുറഞ്ഞവരാണെന്നുമായിരുന്നു നെഹ്റു ചിന്തിച്ചിരുന്നതെന്നും അവരുടെ കഴിവുകളെ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല എന്നും നെഹ്റു സംവരണത്തിന് എതിരായിരുന്നുവെന്നുമായിരുന്നു പ്രധാനമന്ത്രി പാർലമെന്റിൽ ആരോപിച്ചത്. ആദ്യമായി അധികാരത്തിലേറിയ ശേഷം 2015 ദക്ഷിണ കൊറിയയിലേക്കും ചൈനയിലേക്കും നടത്തിയ വിദേശ സഞ്ചാരത്തിന് പിന്നാലെ ദക്ഷിണ കൊറിയയിലേക്കും ചൈനയിലേക്കും നടത്തിയ വിദേശ സഞ്ചാരത്തിന് പിന്നാലെ അവിടെ പ്രസംഗിച്ച മോദി പറഞ്ഞത്, താൻ അധികാരത്തിൽ എത്തുന്നതുവരെ ഇന്ത്യയിൽ ജനിച്ചതിൽ ഇന്ത്യക്കാർ തങ്ങളുടെ വിധിയെ ശപിക്കുകയായിരുന്നു എന്നായിരുന്നു. 60 വർഷമായി നെഹ്റു മരിച്ചിട്ട്. എന്നാൽ ഈ 60 വർഷവും ഇന്ത്യ എന്ന രാജ്യം മുന്നോട്ടു പോയതിന് പിന്നിൽ ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കണ്ട സ്വപ്നങ്ങളുടെ കൂടി ബലത്തിലായിരുന്നുവെന്നത് ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്.